ആദ്യം കോട്ടയത്തേക്ക് LDFും BJPയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുമ്പോഴും കോട്ടയത്ത് UDFിൽ ജില്ലാ പഞ്ചായത്ത് സീറ്റ് വിഭജനം പൂർത്തിയായിട്ടില്ല. കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിലുള്ള സീറ്റ് കൈമാറ്റം സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഇതുവരെയും പൂർത്തിയാകാത്തത്. ഇതോടെ മുസ്ലിം ലീഗിന് ഏത് സീറ്റ് നൽകണമെന്ന കാര്യത്തിലും അന്തിമമായ വ്യക്തത വന്നിട്ടില്ല. ഇന്ന് തന്നെ ചർച്ചകൾ പൂർത്തിയാക്കി പ്രഖ്യാപനം നടത്താനുള്ള ശ്രമത്തിലാണ് UDF നേതൃത്വം. ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, പലതരത്തിൽ നേതൃതലത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടും ഇതൊരു കീറാമുട്ടിയായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രചാരണത്തിൽ ഒരു പടി പിറകിലൊക്കെ UDF നിൽക്കുകയും ചെയ്യുന്നു. കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അതിലൊരു പരിഹാരം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ UDF നേതാക്കൾക്കുണ്ടോ? അപർണ, 4-5 ദിവസമായി മാരത്തോൺ ചർച്ചകളിലാണ് UDF നേതൃത്വമുള്ളത്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസും കോൺഗ്രസും തമ്മിലുള്ള സീറ്റ് വിഭജനത്തിലാണ് തർക്കങ്ങൾ തുടരുന്നത്. പുതിയതായി ഒരു ഡിവിഷൻ വന്നത് തലനാട് ഡിവിഷൻ. അത് തങ്ങൾക്ക് വേണമെന്ന ആവശ്യം ജോസഫ് ഗ്രൂപ്പ് തുടക്കം മുതൽ ഉയർത്തിയിരുന്നു. പക്ഷെ അത് നൽകാൻ കഴിയില്ല. തങ്ങൾക്കാണ് അവിടെ നല്ല സ്ഥാനാർത്ഥി ഉള്ളത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോൺഗ്രസ് ഇതിന് ഉടക്കുവെക്കുന്നു. അതുകൊണ്ട് തന്നെ ആ സീറ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ പോകുന്നു. ഏറ്റവും ഒടുവിലും കോൺഗ്രസ് അറിയിച്ചത് ഈ പുതിയ സീറ്റ് നൽകാൻ കഴിയില്ല എന്നുള്ളതാണ്. അതായത് ഒരു സീറ്റ് അധികമായി വന്നതോടെ കഴിഞ്ഞ തവണ മത്സരിച്ച 14 സീറ്റ് തന്നെ വീണ്ടും കോൺഗ്രസ് നിലനിർത്തും. 8 സീറ്റ് മാത്രമേ ജോസഫ് ഗ്രൂപ്പിന് കൊടുക്കുകയുള്ളൂ. കഴിഞ്ഞ തവണ 8 സീറ്റ് ആയിരുന്നു ഉള്ളത്. ഒരു സീറ്റ് അധികമായി വന്നത് അത് മുസ്ലിം ലീഗിന് കൊടുക്കുന്നു എന്നതാണ് തീരുമാനം. അപ്പോൾ അവർ ജോസഫ് ഗ്രൂപ്പ് ചൂണ്ടിക്കാണിക്കുന്നത് തൊട്ടിപ്പുറത്ത് LDFിൽ 9 സീറ്റ് കൊടുത്തിട്ടുണ്ട്, തങ്ങൾക്കും 9 സീറ്റ് വേണം എന്ന ആവശ്യം അവർ സമ്മർദ്ദമായി ഉയർത്തിയിരുന്നു. പക്ഷെ അതിനും വഴങ്ങിയിട്ടില്ല. മാത്രവുമല്ല, വെള്ളൂർ ഡിവിഷനുണ്ട്. വെള്ളൂർ ഡിവിഷൻ അതൊരു സംവരണ ഡിവിഷനായി മാറിയിട്ടുണ്ട്. തങ്ങൾക്ക് അവിടെ സ്ഥാനാർത്ഥിയില്ല. അതുകൊണ്ട് ആ സീറ്റ് ഏറ്റെടുത്ത ശേഷം മറ്റൊരു സീറ്റ് തങ്ങൾക്ക് തരണം എന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് ഇതിനും വഴങ്ങിയിട്ടില്ല. അങ്ങനെ ഒരു 2-3 സീറ്റുകളെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസമായി തുടരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഇതിനിടെ ചിലയിടങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പിന്റെ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് ഒഴികയിൽ ഇന്നലെ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തു അതിരമ്പുഴ ഡിവിഷനിൽ. കാരണം അവിടെ നേരത്തെ കോൺഗ്രസിലുണ്ടായിരുന്ന ജിമ്മലക്സ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും പ്രചരണത്തിലേക്ക് പോവുകയും ചെയ്തതോടെ ആ മേഖലയിലൊന്നും ഇനിയും കാത്തിരിക്കാൻ UDFിനെ സംബന്ധിച്ച് കഴിയില്ല. അങ്ങനെ നോമിനേഷൻ നൽകുന്നതും ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. എന്തായാലും ഇന്നലെയാണ് ഇടതുമുന്നണി അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. BJPയും ഇന്നലെ ഏതാണ്ട് 18 ഇടത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. ഇനി ഒരു 4-5 ഇടത്തുള്ളതിൽ 2 ഇടം കുമരകവും വൈക്കവും BDJS ആണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടത്. ഒരുപക്ഷെ മറ്റിടങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒരുപക്ഷെ ഇന്നൊക്കെ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് UDFിൽ ചില വിമത ശല്യങ്ങളും മറ്റും ഉണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ പാമ്പാടിയിൽ നിന്ന് വിജയിച്ചയാൾ ജില്ലാ പഞ്ചായത്ത് അംഗം ചാണ്ടിയുമ്മനെതിരെ ഇത്തവണ വീണ്ടും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു. തരാത്തതിനെതിരെ പരസ്യമായി രംഗത്ത് വന്ന സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ചിലരെ ഒരുപക്ഷെ ഇപ്പുറത്തേക്ക് BJP പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും എന്തായാലും ഇന്ന് തന്നെ ചർച്ചകൾ പൂർത്തിയാക്കാനുള്ള തിരക്ക് പിടിച്ച നീക്കങ്ങളാണ് UDFിൽ നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരള കോൺഗ്രസും ഒപ്പം തന്നെ കോൺഗ്രസും തമ്മിലുള്ള തർക്കങ്ങൾ പൂർത്തിയായാൽ മാത്രമേ ലീഗിന് ഏത് സീറ്റ് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമാകുകയും ചെയ്യുള്ളൂ. എന്തായാലും ഇനിയും കാത്തിരിക്കാൻ കഴിയില്ല. UDFിനെ സംബന്ധിച്ച് തീരുമാനമെടുത്തേ മതിയാകൂ എന്നുള്ളതാണ് സാഹചര്യം. എന്തായാലും അത് ഇന്ന് തന്നെ ഉണ്ടാകും. ഇന്ന് ഉച്ചയോടുകൂടി പൂർത്തിയാക്കാനുള്ള വലിയ തിരക്കിട്ട ചർച്ചകളാണ് UDFിൽ നടക്കുന്നത്. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. 4 ദിവസത്തോളമായി നടക്കുന്ന മാരത്തോൺ ചർച്ചകൾക്ക് പരിഹാരം ഇന്നുണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ UDF നേതാക്കൾക്ക് ഉണ്ട്. LDFും BJPയും അതേസമയം പ്രചാരണം തുടങ്ങി മുന്നോട്ട് പോവുകയും ചെയ്തു.